ഞാൻ നിങ്ങളുടെ അനിൽ ആർനാഥ്. എൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ഒരുപാട് പേരെന്നെ പ്രോത്സാഹിപ്പിച്ചു. ചിത്രകലയും പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാം കൂടി ചേർന്നിട്ടുള്ള എൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സംരംഭമാണ്. നിങ്ങളെല്ലാവരും എന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്ന എല്ലാ അനുഗ്രഹങ്ങളും, എൻ്റെ പഴയ ചാനലുകളിലും ഒക്കെ തന്ന അനുഗ്രഹങ്ങൾ ഇനിയും ഉണ്ടാകണമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുക. മൈൻഡ് ഈസ് മൈ ക്യാൻവാസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാം 2 പ്രധാനപ്പെട്ട സന്തോഷ വാർത്തകളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ കടന്നുപോയ എൻ്റെ കോളേജിൽ ലൈഫും, എൻ്റെ ഫൈൻ ആർട്സ് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ട്രിവാൻഡ്രം, അവിടെ എൻ്റെ അഡ്മിഷൻ കിട്ടിയത്, ഞാൻ എങ്ങനെ കയറിയതിനകത്ത്, അത് ഞാൻ കയറിയില്ലേ, എന്താണ് ഈ ചിത്രകല കൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നിങ്ങളെല്ലാവരും അറിയണം. എൻ്റെ ആദ്യത്തെ സന്തോഷം, തറയിൽ ഇലയിട്ടിരുന്ന് ആരുമില്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ജന്മനാൾ ആഘോഷിച്ചു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നുപോയി. നമ്മളെല്ലാവരും ആഘോഷിക്കും നമ്മുടെ ജന്മനാൾ, പക്ഷെ മരണത്തിലേക്കുള്ള പോക്കാണ് അല്ലേ. നമ്മൾ വയസ്സാവില്ലേ, നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനിടയിൽ പിന്നിലൊരു ദുഃഖമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് എല്ലാ ദിവസങ്ങളും നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഞാൻ ചോറ് കാണും, കറി കാണും, ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ ജന്മനാളായിരുന്നാലും ഓണമായിരുന്നാലും അന്നത്തെ ദിവസം ഒന്നും കാണത്തില്ല. അതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, നക്ഷത്രത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം. അങ്ങനെ ഞാൻ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് ഞാൻ എൻ്റെ ജന്മനാൾ ആഘോഷിച്ചു. പിന്നെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക്, അല്ലെങ്കിൽ മുമ്പ് ഞാൻ അങ്ങനെ ജന്മനാളൊന്നും ആഘോഷിക്കാറില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ കൂടെ ഞാൻ ആഘോഷിച്ചു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടറിയില്ല കണ്ണാ, നിൻ മുന്നിലൻ കണ്ണു നിറഞ്ഞുപോയി. എന്തുകൊണ്ടറിയില്ല കണ്ണാ, നിൻ മുന്നിലൻ കണ്ണു നിറഞ്ഞുപോയി. ദുരിതങ്ങളോർത്തുള്ള കണ്ണുനീരും നിന്റെ തിരുമുന്നിൽ ചിരി തൂകി മാഞ്ഞുപോയി. സുഹൃതമെന്നോർത്തു മറഞ്ഞുപോയി. എന്തുകൊണ്ടറിയില്ല കണ്ണാ, നിൻ മുന്നിലൻ കണ്ണു നിറഞ്ഞുപോയി. കൃഷ്ണനെ വരച്ച് ഞാൻ കുറേ കാലം ജീവിച്ചു. എൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരുപാട് ആ കഥകളിലേക്ക് ഞാൻ വരാം. രണ്ടാമത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അത് കാണാം. ഞാനൊന്ന് വിളിച്ചപ്പോൾ, ഞാൻ ഒരു ചാനൽ തുടങ്ങുന്നു, എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് അങ്ങയുടെ ആശീർവാദനം വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ നിമിഷം തന്നെ എനിക്കൊരു വാക്ക് എഴുത്തയച്ചു. നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ ജഗദീഷാണ്. ശ്രീ അനിൽ ആർ നാഥ് ആരംഭിക്കുന്ന മൈൻഡ് ഈസ് മൈ ക്യാൻവാസ് എന്ന ചാനലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മ്യൂറൽ പെയിന്റിങ്സിലും മിമിക്രിയിലും കഥാപ്രസംഗത്തിലുമൊക്കെ തൻ്റെതായിട്ടുള്ള അനുഭവങ്ങളുള്ള അനിൽ ആർ നാഥിൻ്റെ ഈ ചാനൽ തീർച്ചയായും പ്രേക്ഷകർക്ക് പ്രയോജനകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കലകളിൽ അദ്ദേഹത്തിനുള്ള വൈദഗ്ധ്യം, പ്രാവീണ്യം ഒക്കെ തന്നെ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് പ്രയോജനകരമായി ഭവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട പ്രോത്സാഹനം നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, പത്രം വിറ്റതും ജാനകി അമ്മയുടെ പാട്ടുപുസ്തകം വായിച്ച് സിനിമ കാണാൻ ഓല തിയേറ്ററിൽ പോയതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 2ാമത്തെ ഭാഗം കാണണം, ആരെങ്കിലും കാണാത്തവർ കാണണം. 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല, ഒട്ടും ബിലോ ആവറേജ് ആയിരുന്നു ഞാൻ. എൻ്റെ കലാപരമായ ചിന്തകളും എൻ്റെ ചിന്തകളും ഒക്കെ വേറെ തരത്തിൽ ക്ലാസ്സിൽ ഉണ്ടാവില്ല ഞാൻ ഒരിക്കൽ പോലും. എൻ്റെ അമ്മ അവിടുത്തെ ടീച്ചറായിരുന്നു. അമ്മയ്ക്കൊരു തലവേദനയായിരുന്നു ഞാൻ എന്നും. 10ാം ക്ലാസ് ഞാൻ പഠിച്ചിറങ്ങിയതൊക്കെ ഒരു വലിയൊരു സംഭവമാണ്. എല്ലാ സബ്ജക്റ്റിനും എനിക്ക് ട്യൂഷൻ തരും അമ്മ. ഞാൻ പോയി പഠിക്കും, എന്നാലും എനിക്ക് ശരിയാവത്തുള്ളൂ. എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ക്ലാസ്സിൽ ഒന്നാതിരിക്കാറില്ല. അഥവാ ഇരുന്നാൽ തന്നെ സാറന്മാരുടെ പടം വരച്ച് അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന ഒരു ബാല്യകാലമായിരുന്നു എൻ്റെ. 10ാം ക്ലാസ് ഞാൻ പാസ്സായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നീ 10ാം ക്ലാസ് പാസ്സായോ? ഞാൻ ഓടി വന്ന് ക്ലാസ്സിൻ്റെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പരീക്ഷ, പിള്ളേർ പോകുന്നുണ്ട്, എക്സാമിനേഷൻ്റെ പേപ്പർ അറിഞ്ഞു.
SSLCയിലെ പിള്ളേരുടെ നമ്മളെ റിസൾട്ട് അവിടെ ഇട്ടിട്ടുണ്ട് സ്കൂളിൽ. ഞാനും കൂട്ടത്തിൽ ഓടി ചെന്നപ്പോൾ എൻ്റെ പേരുണ്ട്. അതിശയത്തോടെ ഞാൻ ഓടി തിരിച്ചു വന്നു. അച്ഛൻ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ 10ാം ക്ലാസ് പാസ്സായി അച്ഛൻ. അച്ഛന് വിശ്വസിക്കാൻ വയ്യ. അച്ഛൻ കട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. അച്ഛൻ ചാടി എഴുന്നേറ്റ്, മോനെ നീ എന്താ ഈ പറയുന്നേ? ഇല്ല, സിനിമ നടൻ ഇന്നസെൻ്റ് കുറച്ച് നേരം നിന്നില്ല, ലോട്ടറി അടിച്ചോലെ, സത്യമാണോ നീ പറയുന്നേ? ഞാൻ പറഞ്ഞു, എന്താ അച്ഛാ? ഒന്നുമില്ലടാ, ഇനി എനിക്ക് മതി, സന്തോഷമായി, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കടമ്പ കടന്നു. കിട്ടിയ മാർക്ക് എത്രയെന്നറിയാമോ? ജസ്റ്റ് പാസ്, 210. അപ്പോൾ എൻ്റെ അടുത്ത് വീട്ടിലെല്ലാവരും ചോദിച്ചോടാ നീ എന്തിനാണ് 210 വാങ്ങിയത്? അതെന്താടാ നീ, നിനക്ക് അത്രയും കിട്ടിയോളാ? ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ കൂടുതൽ വാങ്ങത്തില്ല, കാരണം മറ്റുള്ള കുട്ടികൾക്കും പാർക്കിൻ്റെ ആവശ്യം വരത്തില്ലേ. മറ്റേ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഞാൻ 210 മേടിച്ചാൽ മതി. അടുത്ത കുട്ടികൾക്കും വീണ്ടും അവർക്ക് വേണ്ടേ മാർക്ക്, അപ്പോൾ എൻ്റെ ബാക്കി അവർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അതിനു വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്ത പണിയാണ്. അച്ഛൻ ചിരിച്ചു. എന്തായാലും നീ കടമ കടന്നല്ലേ മോനെ. അങ്ങനെ ഞാൻ കുറേ കാലമൊക്കെ പ്രീ ഡിഗ്രിക്ക് പോയി, പ്രൈവറ്റ്. എനിക്ക് എങ്ങനെ ഒരൊറ്റ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ല, കാരണം അത്ര വലിയ മാർക്കല്ലേ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. സാറിൻ്റെ മോനുമാണ്. ആദ്യത്തെ ഫസ്റ്റ് ചാൻസ് തന്നെ ഞാൻ കയറി ഇറങ്ങി. SSLC കടമ്പ് ഞാൻ ചാടി കുതിച്ചു, മമ്മൂട്ടി പറയുന്ന പോലെ. അതേപോലെ സിനിമയ്ക്കകത്ത് പുള്ളി പറയുന്ന പോലെ ഞാൻ ചാടി അങ്ങനെ ഒന്നും നടന്നില്ല. പ്രീ ഡിഗ്രിക്ക് കൊണ്ട് അച്ഛൻ അവിടെ കൊണ്ടാക്കി, പല കോളേജിലും കൊണ്ടാക്കിയെങ്കിലും ഞാൻ അവിടെ ഒന്നും ഇരിക്കാറില്ല. എന്നെ കൊണ്ട് പറ്റില്ല പഠിക്കാൻ. കോമേഴ്സ് ബിരുദത്തിനാണ് വിട്ടത്, 4th ഗ്രൂപ്പ്. പിന്നെ ഞാൻ വീട്ടിൽ കുറേ കാലം നിന്നു. ഞാൻ ക്ലാസ്സിൽ കയറാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് എന്നെ അച്ഛൻ തന്നെ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ നമ്മുടെ വീടിൻ്റെ അക്കരെ, നമ്മുടെ വീടിൻ്റെ വയലിൻ്റെ അടുത്താണ് നമ്മുടെ വീട്. 2 രാജ്യങ്ങളെ തമ്മിൽ ബന്ധിക്കുന്ന പോലെ അക്കരെ ഒരു വീടുണ്ട്, നമ്മുടെ അവിടെ ഒരു വീടുണ്ട്. പിന്നെ അപ്പുറത്ത് അന്ന് വലിയ ഒത്തിരി സിറ്റി ആയിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം, നല്ലൊരു ഗ്രാമപ്രദേശം. ഇതിന് രണ്ടിൻ്റെയും മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന ഒരു വരമ്പുണ്ട്, 2 രാജ്യങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന പോലെ. ആ വയലിൻ്റെ ഇടയിൽ കൂടെ ഞാനിങ്ങനെ ഓടും. അന്നത്തെ എൻ്റെ പ്രായം അതാണ്. നിക്കറൊക്കെ ഇട്ട്, എനിക്ക് ആ നിക്കർ പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അക്കരെ ഓടിയാൽ അവിടെ ഒരു വീടുണ്ട്, ഒരു ഓലകെട്ടി വീട്. നമ്മുടെ വീട് അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. വലിയ ധാരാളത്തിലൊന്നും അല്ല അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ. അമ്മയ്ക്ക് ടീച്ചറാണ്, അച്ഛൻ്റെ ചിട്ടി, ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കലാപരമായ കാര്യത്തിലേക്ക് തന്നെ നിൽക്കുക. എന്നാലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അക്കരെ ചെല്ലുമ്പോൾ അവിടെ നാരകത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു കുറവമുളകുണ്ട്. അവിടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, തുളസീദാസ്. അങ്ങേരായിരുന്നു എൻ്റെ ആദ്യ ഗുരു. അങ്ങേരവിടെ ഞാൻ ആ പുള്ളിയെ കണ്ട പഠിച്ചത്, ആ മനുഷ്യനെ, ആ വലിയ മനുഷ്യനെ. അദ്ദേഹം എന്ന് തന്നെ പറയാം. അങ്ങേരെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം കൊണ്ടാണ്. അങ്ങേരുടെ ആ ഒരു വീട്ടിൽ അങ്ങേര് പടം വരയ്ക്കും. അങ്ങനെ എന്നെക്കാളൊക്കെ ഒത്തിരി സീനിയറാണ്. പുള്ളി ഒരു ആർട്ടിസ്റ്റായിരുന്നു. കലമ്പരത്തിൽ പോയി പഠിച്ചു, ഇന്ത്യൻ ഫൈനാൻസിൽ നിന്ന് ബിരുദം. അങ്ങേര് KGT എടുക്കും. പക്ഷേ എങ്കിലും പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്. പുള്ളിക്ക് ഈ പട്ടം പറത്തുന്നൊരു സ്വഭാവമുണ്ട്. ഈ പട്ടം, പഴയ ഈ വയൽ, ഉണങ്ങിക്കിടക്കുന്ന വയലുകൾ, അവിടെ പുള്ളി കലാകാരനായതുകൊണ്ട് നല്ല പല നിറങ്ങളിലെ പട്ടം, വർണ്ണക്കടലാസിൽ ചുവപ്പും പച്ചയും മഞ്ഞയും ഇതുമെല്ലാം കൂടെ കെട്ടി, നമ്മുടെ നാട്ടിൽ മറ്റാരും അത് ചെയ്യാറില്ല. പുള്ളിക്ക് അതിലൊരു കലാബിരുദം തന്നെയായിരുന്നു. പുള്ളിയാണ് ഈ പട്ടം എന്ന് പറയുന്ന സംഭവം തന്നെ അന്ന് കണ്ടുപിടിച്ചെന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. എന്നിട്ട് പുള്ളി കലാകാരനായതുകൊണ്ട് പുള്ളി വരയ്ക്കും. അതിൽ ഈ പട്ടത്തിൻ്റെ മുഖത്ത് പുള്ളി നല്ല കണ്ണും സുന്ദരിയായ പെൺപിള്ളേരുടെ മൂക്കും ചുണ്ടും ഒക്കെ വരച്ചിട്ട് പല നിറത്തിലെ ചങ്ങലയെ വെച്ചിട്ട് മാലുണ്ടാക്കി വൈകുന്നേരം ഈ പട്ടവും കൊണ്ട് പുള്ളി പുറത്തേക്ക് വരും. പുള്ളിക്കൊരു രാജകീയ പദവിയാണ്. പുള്ളി വന്നിട്ട് ഒരു വയലിലിരുന്ന് കുറേ നൂലൊക്കെ ഇങ്ങനെ കെട്ടി പുള്ളി ഇത് ആകാശത്ത്, നല്ല മഴയില്ലാത്തപ്പോൾ തിട്ട ശരിയാവത്തില്ല, മഴയില്ലാത്ത വെയിലത്തെ സമയത്ത് വൈകുന്നേരം പുള്ളി ഇത് ആകാശത്തിലേക്ക് പറത്തും. നല്ല ചെറിയ കാറ്റ് കാണും. എന്നിട്ട് പുള്ളി അതിൻ്റെ അറ്റവും പിടിച്ചുകൊണ്ട് പുള്ളിയിൽ ആ വിമാനത്തിലെ പൈലറ്റ് ഇരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലാണിത്, ഈ രാജ്യം മുഴുവനും, കണ്ടോടാ പട്ടം പറക്കുന്ന കണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരു അഹങ്കാരത്തോടെ അണ്ണൻ്റെ ഒരു ഇരിപ്പുണ്ട്. ഞാൻ അണ്ണെന്നാണ് വിളിക്കുന്നത്. ആ അണ്ണനിൽ നിന്നാണ് കളർ എന്താണെന്നും പട്ടങ്ങൾ എന്താണെന്നും എന്താണ് പട്ടം, എന്താണ് നിറങ്ങൾ എന്നൊക്കെ ഞാൻ എൻ്റെ ആദ്യ ഗുരു അങ്ങാണ്. പുള്ളിയിൽ നിന്നാണ് ഞാൻ ചിത്രകലയിലേക്ക് എനിക്ക് ഭ്രാന്തായത്. അങ്ങനെ ഞാൻ അണ്ണനെ കുറേ ദ്രോഹിച്ചിട്ടുണ്ട്. അണ്ണൻ്റെ കളർ ഞാൻ എടുത്ത് ചരിച്ചിട്ടുണ്ട്. അണ്ണൻ എന്നെ പിടിച്ച് മുറയ്ക്ക് പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ അസാധ്യ വികൃതിയായിരുന്നു ഞാൻ. പതുക്കെ ഞാൻ അണ്ണൻ്റെ മനസ്സിലേക്ക് കയറി. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞു, ജയിച്ചു. ആ കഥയിലേക്കാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അച്ഛൻ അണ്ണനെ വിളിച്ചു. എടാ, ഇവന് ഫൈനാൻസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് തിരുവനന്തപുരത്തുണ്ട്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ, നീ ഇവിടെ ഉണ്ടാവുമോ?
എന്ന് അണ്ണനെ വിളിച്ച് അച്ഛൻ ചോദിച്ചു. അച്ഛൻ്റെ ഒരു നല്ല ഒരു ദേശം ഭരിച്ച ഒരു വലിയൊരു മനുഷ്യനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ദോസി എന്നാ പേര്. പുള്ളി പറഞ്ഞ് ഓക്കെ ഓണറെ, ഞാൻ നിൽക്കാം. അച്ഛനെ ഓണർ എന്നാണ് വിളിക്കുന്നത്. ഞാനുണ്ടാവും കൂടെ. പിന്നെ അതെന്തൊരു ചോദ്യം. അപ്പം പഠിക്കട്ടെ, നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. അങ്ങനെ അണ്ണൻ അന്ന് ജോലിയുണ്ടെന്ന്. കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴുള്ള കഥ കൂടിയാണ് ഞാൻ പറയുന്നത്, ചുരുക്കി പറയുകയാണ്. അണ്ണൻ അന്ന് KSRTCയിലെ ആർട്ടിസ്റ്റാണ് എൻ്റെ പാവണ്ണൻ. അണ്ണൻ വൈകുന്നേരത്ത് വന്നിറങ്ങും സന്ധ്യയ്ക്ക് എന്നെ പഠിപ്പിക്കാൻ. ഞാൻ അവിടെ ഒരു ഇന്ത്യൻ ഫൈൻ ആർട്സിൽ ഞാൻ ഇരിക്കും, അണ്ണനെയും കാത്ത്. അണ്ണൻ വന്ന് എനിക്ക് ക്ലാസ് തരും. അതായത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, 3 ദിവസത്തെ ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് കയറിയാൽ പഠിച്ചിട്ട് കയറിയിട്ട് ഒരുപാട് കുട്ടികൾ വരും. 100-200 ചിലവാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ. അതിൽ നിന്ന് 30 പേരെ എടുക്കത്തുള്ളൂ, 30 സ്റ്റുഡൻസിനെ എടുക്കത്തുള്ളൂ. അത് എല്ലാവർക്കും വരയ്ക്കാൻ അറിയാവുന്ന വലിയ അവിടെ ഏജ് ലിമിറ്റേഷൻസ് ഇല്ലായിരുന്നു അന്ന് കോളേജിൽ. പക്ഷെ അത് കയറാൻ ഒരു പ്രയത്നം തന്നെയാണ്, 1.5 പ്രയത്നം. അത് കിട്ടിയാൽ മതി, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. കാരണം കലാപരമായിട്ടുള്ള ഒരു ഒറ്റ കോളേജാണ് അവിടെ, അതേ ഉള്ളൂ, ട്രിവാൻഡ്രത്ത് ഫൈൻ ആർട്സ് കോളേജ്. അങ്ങനെ അണ്ണൻ എന്നെ പഠിപ്പിച്ചു. ആ ടെസ്റ്റിൻ്റെ ദിവസം വന്നു. ഞാൻ തിരുവനന്തപുരം ഒരു ബോർഡുമൊക്കെ എടുത്ത്, പഴയ ഒരു അമ്മാവൻ, അമ്മയുടെ ഒരു സഹോദരനുണ്ട്, ദാമോദര മാമൻ്റെയും കൂടെ അച്ഛൻ എന്നെ കയറ്റി. ആദ്യമായിട്ടാണ് പട്ടണം കാണുന്നത് തന്നെ. പട്ടണത്തിൽ ട്രാൻസ്പോർട്ടിൽ KSRTCയിൽ ചെന്നിറങ്ങി ഞാൻ പാളയത്ത്. ചെന്നപ്പോൾ ഗേറ്റിൽ ആളുകൾ കൂടിക്കിടക്കുന്നു, ഒരുപാട് ആളുകൾ. കൂടുതലും എല്ലാവരും കുട്ടികൾ വരുന്നേ ഉള്ളെങ്കിലും രക്ഷാകർത്താക്കൾ അമ്മയും അച്ഛനും, പിന്നെ അങ്ങനെ രക്ഷാകർത്താക്കളും കുട്ടികളും എല്ലാം കൂടെ കൊണ്ട് കോളേജ് തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, എനിക്ക് ക്ലാസ്സിൽ എന്തായാലും കയറാൻ പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് ചെറിയ കുട്ടിയാണ്, ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു മുണ്ടും ഒരു ഞാൻ അന്ന് ഇട്ടിരുന്ന ഉടുപ്പ് പോലും ഇരിക്കുന്ന ഓർമ്മയുണ്ട്. ഒരു പുള്ളിയുള്ള ഉടുപ്പും ഒരു പ്ലാസ്റ്റിക് ചെരുപ്പും ഒരു വെള്ളം മുണ്ടും എടുത്തിട്ട് ഞാൻ നിൽക്കുന്നത്. അച്ഛൻ വന്നില്ല, മാമിൻ്റെ കൂടെയാണ് കയറ്റി വിട്ടത്. അച്ഛൻ അന്ന് എന്തോ ഒരു ബിസിനസ് നമ്പരം, അച്ഛൻ എന്തോ ചിട്ടിയോ കാര്യങ്ങളൊക്കെ അച്ഛനോട്. അച്ഛൻ പറഞ്ഞു ഞാൻ വൈകിട്ട് വരാം, നീയും നിൻ്റെ അമ്മാവനും കൂടി പൊക്കോ. അങ്ങനെ ഞാൻ ആ ഗേറ്റ് ചെന്നിറങ്ങി, കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ വലിയ ഗേറ്റ്. കുറേ കുട്ടികൾ, തടിമാടന്മാരെല്ലാവരും, അതുപോലെ അവരുടെയൊക്കെ മാതാപിതാക്കളും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും. ആ ടെസ്റ്റിൻ്റെ ദിവസം വന്നു, ബെല്ലടിച്ച് ടെസ്റ്റിന് കയറണം. ഞങ്ങളെല്ലാവരും കയറി. 30 പേരെയാണ് എടുക്കുന്നത്. എല്ലാ റൂമുകളിലും 200 കുട്ടികളെയും പല പല സ്ഥലത്തായിട്ട് വെച്ച് വരപ്പിക്കുക. ആദ്യത്തെ ടെസ്റ്റ് അനാട്ടമിയാണ്. അനാട്ടമി അതായത് ഒരാളിനെ ഇരുത്തി തരും, നമ്മളത് നോക്കി വരയ്ക്കണം. വല്ലാത്തൊരു ടെസ്റ്റായിരുന്നു, വല്ലാത്തൊരു ടെസ്റ്റ്. എന്നെക്കൊണ്ട് പറ്റുമോ? എന്നായിരുന്നാലും ഞാൻ ആദ്യത്തെ ദിവസം ഞാൻ വരച്ചു. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വരച്ചു. ടെസ്റ്റ് കഴിഞ്ഞു, ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞ് പകുതിയായപ്പോൾ എൻ്റെ തോളിൽ ഒരാൾ വന്ന് തട്ടി. ഞാൻ തിരിഞ്ഞു നോക്കി, അവിടുത്തെ ഒരു സീനിയർ പയ്യനാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു എന്താ പേര്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് അനിലാർനാഥ്. എനിക്കാണെങ്കിൽ അന്ന് പേടിയാണ്, കൊച്ചാണ് ഞാൻ. ഇയാൾക്ക് കിട്ടും, ടെൻഷൻ അടിക്കാതെ ഇയാൾക്ക് കിട്ടും കേട്ടോ, നന്നായിട്ട് വരച്ചിട്ടുണ്ട്, നന്നായിട്ട് വരച്ചിട്ടുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയാൻ, ആരാണ് എന്താണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. പിന്നെയാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അയാൾ സീനിയറാണ്, ആ കോളേജിൽ സീനിയർ സ്റ്റുഡൻ്റാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞു, അച്ഛൻ വന്നു, സന്ധ്യയ്ക്ക് അച്ഛൻ വന്നു. അപ്പോൾ ആ കോളേജിലൊരു പ്രിൻസിപ്പൾ അല്ല, ഒരു കോളേജിൽ ലെക്ചറുണ്ട്, പ്രൊഫസർ. പുള്ളിയുടെ പേര് സനാതനൻ എന്നാണ്, സനാതനൻ സാർ. സാർ എൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്താ പേര്? ഞാൻ പറഞ്ഞു അനിലാർനാഥ്. നീ ഏറ്റവും ചെറിയ കുട്ടിയാണല്ലോ, നീ നന്നായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ കൂടെ ആരും വന്നില്ലേ? ഞാൻ പറഞ്ഞു അച്ഛൻ ഇല്ല, മാമനുണ്ട്, വരയ്ക്കും, നന്നായിട്ട് വരയ്ക്കും, വിഷമിക്കണ്ട. സന്ധ്യയ്ക്ക് അച്ഛൻ വന്നു. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞു. ഞാനും അച്ഛനും മാമനും കൂടി അവിടെ അടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്തു. ഗുഡ്ലാൻഡ് ഹോട്ടൽ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ട്രിവാൻഡ്രത്ത് ഗുഡ്ലാൻഡ് ഹോട്ടൽ, ഓവർബ്രിഡ്ജിലാണ് ആ ഹോട്ടൽ. അവിടെ പോയി താമസമാക്കി. ഞാൻ വളരെ ചെറുതാണ്, ഒരു ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. 2ാമത്തെ ടെസ്റ്റ് പിന്നെയും ആയി, അതും കടമ്പ കടന്നു. 3ാമത്തെ ടെസ്റ്റ് ക്ലേ മോഡലിംഗ് ആണ്. ക്ലേ മോഡലിംഗ്, ഇവർ കുറേ ക്ലേ ഇങ്ങനെ ഉണ്ടാക്കി തരും. ക്ലേ അതായത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാനായി കുഞ്ഞിരാം സാറിൻ്റെ സെക്ഷനാണത്. സാർ അവിടുത്തെ ലെക്ചറായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ കാനായി കുഞ്ഞിരാം സാർ, അത് എനിക്കൊന്നും അറിയില്ല. കാരണം എനിക്ക് പഠിപ്പിക്കാൻ അണ്ണൻ അന്ന് അത്രയ്ക്കും തന്നെ പഠിപ്പിച്ചില്ല ഈ ക്ലേ മോഡലിങ്. പക്ഷേ എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ എൻ്റെ ക്ലേ മോഡൽ ടെസ്റ്റ് സമയത്ത്, എക്സാമിനർ വരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി വെച്ച ക്ലേ താഴോട്ട് ഉരുകിപ്പോയി. താഴോട്ടെങ്കിൽ വീട് മറിഞ്ഞു കിടക്കുന്നു. ഞാൻ എൻ്റെ പ്രതിമയാണ് ഉണ്ടാക്കിയത്. ഇത് സനാതന സാർ ഇത് കണ്ടു. സാറ് ഓടി വന്നിട്ട് സാറിനെ പിടിച്ച് മുകളിലോട്ട് കയറ്റി വെച്ചു. ഞാനൊന്ന് ദൂരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാറിന് അന്ന് തൊട്ട് എന്നോട് സ്നേഹമാണ്. സാർ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് കയറ്റി വെച്ചു. ടെസ്റ്റ് കഴിഞ്ഞു, ഇറങ്ങി.
അന്നത്തെ ദിവസമാണ് റിസൾട്ട് ഇടുന്നത്. അവിടെ നോട്ടീസ് ബോർഡിൽ കൊണ്ട് ഒട്ടിക്കും. അച്ഛനും ഞാനും അവിടുത്തെ താഴത്തെ കാർ ഷെഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സന്ധ്യാസമയം 5 മണി കഴിഞ്ഞു, 5:30 റിസൾട്ട് വന്നിട്ടില്ല. അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനുണ്ട്, എൻ്റെ തൊട്ടടുത്ത് മറ്റൊരാൾ നിൽപ്പുണ്ട്, ഒരു പയ്യൻ. ഞാൻ അയാളോട് ചോദിച്ചു, എന്താ പേര്? എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു, ടെസ്റ്റിന് വന്നിരുന്നില്ലേ? ഞാനുണ്ടായിരുന്നു ടെസ്റ്റ്. നിങ്ങളുടെ പേര്? ഞാൻ പറഞ്ഞു, അനിൽ. ഞാനും കണ്ടു നിങ്ങളെ, ഞാൻ കാൻഡിഡേറ്റാണ്, ഞാനും ടെസ്റ്റിന് വന്നതാണ്. അപ്പം കാണാൻ വരുന്നു, സനാതന സാറ് വരുന്നു, നടന്ന് പാൻസൊക്കെ ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ ഒടിച്ചൊടിച്ച് വെച്ചൊരു പഴയ നെടുമുടി വേണുവിൻ്റെ രൂപം ഓർക്കുന്നൊരു രൂപം, ഒരു ബുൾഗാൻ താടിയും KG ജോർജിൻ്റെ മുഖവും, സീനിയറായിട്ടുള്ള പ്രൊഫസറാ സാർ. പുള്ളി വന്നിട്ട് അച്ഛനെ നോക്കി, എന്നെ നോക്കിയിട്ട്, അച്ഛനാണല്ലേ? അച്ഛൻ പറഞ്ഞു, അതെ സാർ, അച്ഛനാണ്. മോൻ നന്നായിട്ട് വരച്ചു, റിസൾട്ട് ഇപ്പം ഇടും കേട്ടോ, വിഷമിക്കണ്ട, മിടുക്കനാ, കിട്ടും, ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചങ്ങ് പോയി. അച്ഛൻ തൊഴുത് പുള്ളി കടന്നങ്ങ് പോയി. ഞാൻ അപ്പുറത്ത് അവിടെ നോട്ടീസ് ബോർഡ്. അപ്പം ആൾക്കാർ ഓടുന്നു, കുട്ടികളെല്ലാം ഓടുന്നു. ഞാൻ ഓടിച്ചെന്നപ്പോൾ അവിടെ നോട്ടീസിൽ കുറേ നല്ല തിരക്ക്, 200 ചില്ലാനും പിള്ളേരുണ്ട്, കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഞാൻ ഓടിച്ചെന്നു, എൻ്റെ പേര് കിടക്കുന്ന അവിടെ. ഫസ്റ്റ് റാങ്ക് വേറൊരാള്, K. സായു, ഫസ്റ്റ് റാങ്ക് അനുസരിച്ചിട്ടായിട്ടിരിക്കുന്നത്. 30 പേര് എടുക്കത്തുള്ളൂ, 30 സ്റ്റുഡൻസ്. അതിൽ 1, 2, 3, 4, 5 ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ്. 30ാമത്തെ റാങ്ക് ആകുമ്പോൾ അവസാനിച്ചു, പിന്നെ ആരും എടുക്കത്തില്ല. 200 വന്നാലും 500 വന്നാലും പിന്നെ ഇല്ല. അഡ്മിഷൻ 30 വരെ ഉള്ളൂ. അതാണ് കോളേജ് ഓഫ് ഫൈനാൻസിൻ്റെ അന്നും ഇന്നുള്ള നിയമം എന്നാണ് എൻ്റെ വിശ്വാസം. 2ാമത്തെ റാങ്ക് മറ്റാരോ, 1ാമത്തെ റാങ്ക് ഒരു KS സായു. അയാൾ പിന്നെ കാലത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൂരദർശൻ കേന്ദ്രയിലേക്ക് ആർട്ടിസ്റ്റായിട്ട് പുള്ളി ജോലി ചെയ്തു. 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു. എൻ്റെ പേരെ കാണാൻ ഞാനിങ്ങനെ ഓടിച്ചു നോക്കുകയാണ്. ഇതാ കിടക്കുന്നു 7ാമത്തെ റാങ്ക് അനിൽ ആർ നാഥ്. എനിക്കാകെ വല്ലാത്ത ടെൻഷനായി. എൻ്റെ പേരോ 7ാമത്തെ റാങ്ക്. ഞാൻ ഒന്നുകൂടി നോക്കി. ഞാൻ പറയുന്നത് അനിൽ ആർ നാഥ് എന്നല്ലേ കുട്ടികളെ എഴുതിയിരിക്കുന്നത്. ഉടനെ അടുത്ത് നിന്നൊരു പെണ്ണ് പറഞ്ഞു, അതെ സാർ, അതെ കുട്ടി നന്നായിട്ട് വരച്ചല്ലേ, ഞാനും ഇതിനകത്തുണ്ട്. എൻ്റെ പേര് ആൻസി, എനിക്കും കിട്ടിയിട്ടുണ്ട് 8ാമത്തെ റാങ്ക്. ഞാൻ പറഞ്ഞു, എന്തോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓടിപ്പോൾ അച്ഛൻ താഴെ നിൽക്കുന്ന. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ? ഞാൻ പറഞ്ഞു, അച്ഛാ, സങ്കടവും സന്തോഷവും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ താഴേക്ക് ഇറങ്ങി ഓടി വന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് കിട്ടി, അച്ഛാ, എനിക്ക് കിട്ടി. സോറി, കണ്ണ് നിറഞ്ഞു പോകുന്നു. അച്ഛൻ പറഞ്ഞു, മോനെ കിട്ടിയോ? അച്ഛൻ്റെ കണ്ണൊക്കെ ഉരുണ്ട് വന്നു. ഞാൻ പറഞ്ഞു, കിട്ടി അച്ഛാ, കിട്ടി. അപ്പോഴേക്കാണ് സനാതന സാർ ഇറങ്ങി വരുന്നു താഴേക്ക്. അയാൾ ചോദിച്ചു, സന്തോഷമായോ? ഞാൻ കണ്ടു, സെലക്ഷൻ ബോർഡ് ഞാൻ കണ്ടു, നന്നായിരിക്കുന്നു. മോൻ 7ാമത്തെ റാങ്ക് കിട്ടിയില്ലേ? അവൻ 7ാമത്തെ റാങ്ക് കിട്ടിയാൽ പോരായിരുന്നു. അവനെ ക്ലേ മോഡലിങ്ങിലെ പ്രതിമ ഉണ്ടാക്കുന്നതെല്ലാം ഇച്ചിരി വീക്കായി പോയി. അല്ലെങ്കിൽ നന്നായിട്ട് വരയ്ക്കുന്ന കൈ അവൻ്റെ. അച്ഛനെ ചെന്ന് വന്ന് പിടിച്ചു. സനാതന സാർ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നന്നായി വരും. ഇനി അവൻ എൻ്റെ ശിക്ഷണത്തിലാണ്. ഫസ്റ്റ് ഇയർ കോളേജിൽ ഞാൻ ജോയിൻ ചെയ്തു. 30 കുട്ടികൾ, എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്ന കുട്ടികൾ, എല്ലാവരും നല്ല കുട്ടികൾ. 3 പെൺകുട്ടികൾ, ബിന്നി, ആൻസി, ഗീത, കിഴക്കേക്കോട്ടയിലുള്ള ഗീത, പിന്നെ ഞാൻ, ശശി, പുഷ്കിൻ, ജോർജ് VT, ജസ്റ്റി K. കോശി, ബൈജു, സായു, അങ്ങനെ 30 പേര്. ആരെയും മറക്കാൻ പറ്റാത്ത ഓരോ മുഖങ്ങൾ. പതുക്കെ ഞാൻ കൂട്ടായി. ഞാൻ കോളേജിൽ എന്നും ട്രെയിനിൽ പോയി വരികയാണ് ചെയ്തത്. കാരണം ഞാനന്ന് കൊച്ചാണ്. അമ്മയ്ക്ക് എന്നെ ഹോസ്റ്റലിൽ നിർത്താൻ ഹോസ്റ്റൽ കിട്ടിയിട്ടില്ല എനിക്ക്. അവിടെ എല്ലാവരും ഹോസ്റ്റലിൽ, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഹോസ്റ്റലിൽ പോകും. ഞാൻ മാത്രം 5 മണിയാകുമ്പം എടുത്ത് ചാടും മലബാർ എക്സ്പ്രസ്സിൽ ട്രെയിനിൽ പോകാൻ. അങ്ങനെ ഓടി ഞാൻ ആകത്തളർന്നു. ഞാനന്ന് കൊച്ചാണ്, വളരെ കുട്ടിയാണ്. പക്ഷേ എക്സാമിനേഷൻ അങ്ങനെയൊക്കെ പോയി വന്നാൽ കാര്യം നടക്കത്തില്ല. അങ്ങനെ അമ്മ എനിക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ കിട്ടുന്നില്ല, അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, വക്കം പുരുഷോത്തമൻ സാറിൻ്റെ. കാരണം എല്ലാം അനധികൃതമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നിയമനങ്ങളാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ. മുറി ഒഴിഞ്ഞു കൊടുത്താലും വാർഡൻ കൊടുക്കത്തില്ല ആർക്കും. അങ്ങനെ റിസർവ് ചെയ്ത കുറേ ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കും. അമ്മ വക്കം പുരുഷോത്തമനെ പോയി കണ്ടു. വക്കം പുരുഷോത്തമൻ്റെ PA പണിക്കർ സാറിൻ്റെ ഭാര്യ അമ്മയുടെ കൂടെ പഠിച്ചതാണ്. അമ്മ ചെന്ന് പറഞ്ഞു, നിയമപരമായിട്ടുള്ള കാര്യത്തിനൊന്നുമല്ല, അവൻ്റെ മോൻ കുറേ കാലമായി അപ്ലൈ ചെയ്യുന്നു,
അതുകൊണ്ട് പുരുഷനെ ഒന്ന് കാണാൻ വന്നതാണ്. പണിക്കർ സാർ കൊണ്ടുപോയി എന്നോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ കാണുന്നത്. ഇതൊന്നും ഒരു തള്ളോ പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. ഞാൻ അന്ന് കൊച്ചല്ലേ, അമ്മയുടെ പരിചയത്തിൽ അമ്മ പക്കത്തുള്ളതായിരുന്നു. അങ്ങനെ ആ പുരുഷോത്തമൻ സാറുമായിട്ടൊക്കെ ബന്ധുവായിരുന്നു. എന്നെ കണ്ടു, നിന്റെ പേരെന്ത്? പണിക്കർ സാർ എന്നെ കൊണ്ട് മുമ്പ് നിർത്തി. ഞാൻ പറഞ്ഞ അനിൽ, ഇത് ട്രിവാൻഡ്രം കോളേജ് ഓഫ് ഫൈനാൻസിലാണോ? ഞാൻ പറഞ്ഞാണ്. നല്ല തല ഗംഭീരമായ നല്ല ഇത്രയും പേഴ്സണാലിറ്റി ഉള്ളൊരു മന്ത്രി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ മന്ത്രി ആദ്യമായിട്ടാണ് കാണുന്നേ. ആ എന്താ നിനക്ക് ഹോസ്റ്റൽ കിട്ടാത്തത്? ഞാൻ പറഞ്ഞ അറിയില്ല സാർ, ഞാൻ കുറേ അപേക്ഷിച്ചു, എല്ലാം അനധികൃതമാണല്ലോ. അവരെ നമ്പരെന്ന് വിളിച്ചേ പണിക്കരെ. പുള്ളി അപ്പം തന്നെ പണിക്കരെ നമ്പർ വിളിച്ച് വാർഡൻ്റെ കൈ കൊടുത്തു. പുള്ളി വിളിച്ച് അറ്റൻഡ് ചെയ്തു. സാർ വാർഡനാണ്, അപ്പുറത്ത് നിൽക്കുന്ന വാർഡനാണ്. ആ ഞാൻ പുരുഷോത്തമൻ, ഞാൻ ആരോഗ്യവകുപ്പ്, ഞാൻ പുള്ളിയുടെ അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഞാൻ വക്കം പുരുഷോത്തമൻ, അപ്പോഴത്തെ കിട്ടുകിട്ടാ പറയ്ക്കുന്നവൻ. അപ്പം ഒരു മുറി മാത്രമല്ല, അവൻ 15,000 മുറിയോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിൽക്കും. അപ്പം പേടിച്ചിട്ട് മുറി എന്താ അവിടെയൊക്കെ ഒഴിഞ്ഞിട്ട് ആർക്കും കൊടുക്കത്തില്ലേ? യോഗ്യതയുള്ള പിള്ളേർക്ക് കൊടുക്കത്തില്ലേ? ഓക്കെ സാർ, യെസ് സാർ. ആ പുള്ളി ഇങ്ങനെ ഫോൺ വെച്ച് സംസാരിക്കുകയാണ്. ആ ശരി എന്നാൽ, കാരണം കുറേ ആപ്ലിക്കേഷൻ കുറേ പ്രാവശ്യം പുള്ളി അപ്ലൈ ചെയ്തല്ലേ, കുറേ കാലമായില്ലേ ഈ പയ്യൻ അപ്ലൈ ചെയ്തിട്ട്, ഈ കൊച്ചു പയ്യൻ. അവൻ പഠിക്കണ്ടേ കോളേജിൽ? ഓക്കെ സാർ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജിൽ ബോർഡ് ഇട്ടിരിക്കുന്ന അനിലാർ നാഥിന് ഹോസ്റ്റലിൽ അപ്രൂവ് ആയിരിക്കുന്നു. ഒക്കെ നമ്മൾ ഈ പറയുന്നെങ്കിലുണ്ടല്ലോ, റെക്കമെൻഡേഷൻ ഇല്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഈ ഒരു ചെറിയ മുറിക്ക് പോലും എത്രമാത്രം കഷ്ടപ്പെട്ടു ഞാൻ അവസാനം ആ പാവപ്പെട്ട സാറിനെ പോയി കാണേണ്ടി വന്നു. അമ്മയുടെ ഒരു ശക്തിയാണ്, അമ്മയുടെ ഒരു സ്നേഹം എല്ലാം കൂടെ കൊണ്ടിട്ടാണ്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി, അമ്മയും അച്ഛനും. അങ്ങനെ ഹോസ്റ്റലിൽ കയറി 123 എൻ്റെ റൂം നമ്പറാണ്. അവിടെ താമസിച്ചു. കോളേജ് ഓഫ് ഫൈനാൻസിൽ പതുക്കെ സനാതന സാറുമായിട്ട് കൂട്ടായി. സാറിൻ്റെ 2 വർഷം നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. നമ്മുടെ എല്ലാ സ്റ്റുഡൻസ് 30 പേരും 2 വർഷം കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണം. പെയിൻറ്റിങ്സ്, സ്കൾപ്ചർ, അപ്ലൈഡ് ആർട്ട്, ഇത് 3ആയിട്ട് തരംതിരിക്കും സ്പെഷ്യലൈസേഷൻ. അങ്ങനെ അത് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അങ്ങനെ അപ്ലൈഡ് ആർട്ട്, പിന്നെ കുറേ പേര് പെയിൻറ്റിങ്സ്, കുറേ പേര് സ്കൾപ്ചർ, അങ്ങനെ 30 പേരും ഡൈവേർട്ടായി 3ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നി. ഒരുമിച്ച് നിന്നതിൽ എല്ലാവരും ഒരു ക്ലാസ്സിനകത്ത് എല്ലാവർക്കും സങ്കടം വന്ന് കണ്ണു നിറഞ്ഞു. അങ്ങനെ ഒരു ആദ്യമായിട്ട് നമ്മുടെ കോളേജിൽ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. ഒരുമിച്ചിരുന്നിട്ട് ഒരു സന്തോഷം. എല്ലാവരും വളരെ ദുഃഖത്തിലാണ്, എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. കാരണം നാളെ മുതൽ എല്ലാവരും 3 സെക്ഷനിലാണ്. അന്ന് ബിന്നിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബിന്നി നന്നായിട്ട് പാടും. നമ്മളെല്ലാവരും മൗനമായിട്ടിരിക്കുന്ന, ആർക്കും ഒരു മൂടില്ല. എല്ലാവരും ഓരോരോ ക്ലാസ്സിലേക്ക് മാറുകയല്ലേ. മറ്റേത് അടിച്ചും തമാശ പറഞ്ഞും കളിച്ചും നമ്മുടെ കോളേജ് ജീവിതം അങ്ങനെ പോകുമായിരുന്നു 2 വർഷം. ഞാനുണ്ട്, ബിന്നിയുണ്ട്, ബാബുക്കുട്ടിയുണ്ട്, പുഷ്കിനുണ്ട്. ബിന്നി അന്നൊരു പാട്ട് പാടി. അപ്പം എന്തൊക്കെ കാട്ടൂർ നാരായണപിള്ള സാർ എന്ന് പറഞ്ഞൊരു സാർ അവിടുത്തെ പ്രൊഫസറാണ്. സാറ് അന്ന് ക്ലാസ്സിൽ, സനാതന സാർ മാത്രം അന്ന് വന്നില്ല. അപ്പം ഞാൻ കാട്ടൂർ നാരായണപിള്ള അടുത്ത് ബിന്നി പറഞ്ഞു, ഞാനൊരു പാട്ട് പാടാം സാർ. അവൾ കരഞ്ഞുകൊണ്ടൊരു പാട്ട് പാടി ബിന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാവരും കണ്ണ് നിറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, അനിൽ പാടുമോ? ഞാൻ പറഞ്ഞു, എന്താ സാർ, അനിൽ പാടുമോ? ഞാൻ പറഞ്ഞു, ശ്രമിക്കാം. അപ്പം ബിന്നി പറഞ്ഞു, അനിൽ നന്നായിട്ട് പാടും സാർ. ഞാൻ പറഞ്ഞു, ഇപ്പം പ്രായമായി എനിക്ക്. അന്നത്തെ അന്നത്തെ അനിലാണ് ഓർക്കണം കേട്ടോ. ഒരു 30-40 വർഷങ്ങൾക്ക് മുമ്പുള്ള അനിലാണ്. അന്ന് അത്യാവശ്യം പാടി. എന്നാൽ ഒരു 2 വരി പാടുവന്നിരുന്നു. ആ പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാം സിരാവിൽ തോണിക്കാരിയ മത്സ്യഗന്ധിയെ മാമുനി ഒരുവൻ കാമിച്ചു. പാലരുവി നടുവിൽ പണ്ടൊരു പൗർണമാം സിരാവിൽ തോണിക്കാരിയ മത്സ്യഗന്ധി മാമുനി ഒരുവൻ കാമിച്ചു. ഞാൻ പാട്ട് പാടിയിട്ട് ഞാൻ കരഞ്ഞുപോയി. കാട്ടൂർ നാരായണ പ്രസാദ് എൻ്റെ അടുത്തേക്ക് വന്നു വെച്ചു, എന്തായാലേ കണ്ണു തുടയ്ക്കും. ഞാൻ പറഞ്ഞു, സാർ പറ്റുന്നില്ല സാർ, നമ്മൾ എല്ലാവരും 3 സെക്ഷനിലേക്ക് പോവില്ലേ. അപ്പം ബിന്നി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ബിന്നി കണ്ണു തുടയ്ക്കുന്നു. ബിന്നിയുണ്ട്, ബാബുക്കുട്ടി, ഇട്ടി, ജസ്റ്റി കെ കോശി, എല്ലാവരും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നന്നായിട്ട് പാടിയതാ. ഞങ്ങളങ്ങനെ 3 സെക്ഷനിലേക്ക് പിരിഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞു, പിന്നെയും വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയി. ഒരുപാട് വർഷങ്ങൾ. ഞങ്ങൾ എല്ലാവർക്കും ഇറങ്ങാൻ സമയമായി.
എക്സാമിനേഷൻ എഴുതി, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഡിഗ്രി ആക്കാൻ ആ കോളേജിൽ നമ്മൾ ഒത്തിരി സമരം ചെയ്തു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഒന്നറിയാം, തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൻ്റെ അവിടെ ട്രിവാൻഡ്രത്ത് ഞാൻ ചെന്ന് ഇറങ്ങിയാൽ എൻ്റെ കാൽ തറയിൽ ഉറക്കില്ല. ഞാൻ ഓടും. ഞാനും എൻ്റെ ബന്ധുക്കളായിട്ടൊക്കെ നമ്മൾ പോയാൽ, ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാൽ, ഞാൻ പറയും, നിങ്ങൾ വണ്ടി വിട്ടു പോകും, കാറിലായിരിക്കും വരുന്നത്, നിങ്ങൾ അങ്ങ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു പോകുക, എൻ്റെ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് എടുത്താൽ മതി. കാരണം അവിടെ കയറിയാൽ എനിക്ക് ശ്വാസം നേരെ വീഴും. എൻ്റെ മനസ്സിലും എൻ്റെ മണ്ണും അവിടുത്തെ ഓരോ ഉടഞ്ഞു കിടക്കുന്ന പ്രതിമകളും മരവും കാറ്റും നമ്മളിരുന്ന സ്ഥലങ്ങളും നമ്മൾ നടന്നു പോയ വഴികളും ഒക്കെ ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോണതേയില്ല. പല വിദ്യാലയങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊച്ചുനാളെ സ്കൂളുകൾ ഒക്കെ. പക്ഷെ നമ്മൾ 30 പേരുള്ള, അതിലെല്ലാവരും കാണത്തില്ല. ഈ 30 പേര് തന്നെ 2-3 പേര് കൊഴിഞ്ഞു പോയി. അവസാനം 28 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആ 28 പേരും അന്നും ഇന്നും കുറേ പേരുമായിട്ട് അവരെവിടെയാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ആത്മബന്ധം, വല്ലാത്തൊരാത്മബന്ധം, ഡീപ്പായ ബന്ധമായിരുന്നു. ഹോസ്റ്റലിൽ താമസിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ അടുത്തു. ഞങ്ങളെല്ലാവരും ഇറങ്ങി, കോളേജ് ഓഫ് ഫൈനാൻസ് വിട്ട് ഇറങ്ങുമ്പോഴും അന്നും ഇന്നും നമ്മുടെ ആത്മാവ് കോളേജ് ഓഫ് ഫൈനാൻസാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാണ് ആ ഭാഗത്ത് നിന്ന്, വർക്കല ഏരിയയിൽ നിന്ന്, ആ ഏരിയയിൽ നിന്ന് ആദ്യമായിട്ട് ഫൈനാൻസ് കോളേജിൽ പോകുന്ന ഒരാൾ. പിന്നെ തോട്ടയ്ക്കാട്ടുള്ളൊരു വേണു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ സനാതന സാറിനെ ചെന്ന് കണ്ടു. എൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇറങ്ങുകയാണ്, നന്നായി വരണം, പഠിക്കണം, മുന്നോട്ട് പോകണം, മാസ്റ്റർ ഡിഗ്രി എടുക്കണം, ബറോഡയിൽ പോകണം, നീ വരയ്ക്കാൻ കഴിവുള്ളവനാണ്. കുറേ അധിക പ്രസംഗങ്ങളൊക്കെ നീ ഹോസ്റ്റലിൽ വന്നപ്പോൾ നീ ഉണ്ട്, പിന്നെ കുറേ ഉണ്ടായിരുന്നു എനിക്ക് അധിക പ്രസംഗങ്ങൾ, അതൊക്കെ ഞാൻ അറിഞ്ഞ ഓരോ ദിവസം അറിയുന്നുണ്ട്. പോട്ടെ, നീ മാസ്റ്റർ ഡിഗ്രി എടുക്കണം, ബറോഡയിൽ പഠിക്കണം, ഈ കോളേജിൽ തന്നെ ടീച്ചറായി നീ മടങ്ങി വരണം. ഞാൻ സാറിൻ്റെ കാലിൽ തൊട്ട് തൊഴുതു. ഞാൻ പറഞ്ഞു, സാർ കുട്ടിക്കാലത്ത് പഠിച്ചപ്പോൾ കുറെ തിക്കച്ചിട്ടുണ്ട്, മാപ്പ് തരണം. എന്താടാ അതൊക്കെ വേണോടാ ഒരു പ്രായത്തിൽ? ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം എന്നോട്, ഞാൻ കുറെ തിക്കരിച്ചു. സാറില്ലായിരുന്നെങ്കിൽ ഞാനില്ലായിരുന്നെങ്കിൽ നീ കയറുമായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രതിമ വീണ സമയത്ത് അത് ഞാനല്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാളെ ദൈവം നിയമിക്കും, ഞാനില്ലെങ്കിലും ആ സ്ഥാനത്ത് മറ്റൊരാളെ ദൈവം നിയമിക്കൂടാ, നീ കണ്ണു തുടയ്ക്കും. ഞാനൊന്നുകൂടെ കാലത്തൊട്ട് തൊഴുത്തിട്ട് സാറിനെ കെട്ടിപ്പിടിച്ചു. നന്നായി വരും, നീ മറക്കില്ലല്ലോ എന്നെ. ഞാൻ സാറിനെ മറക്കണം. എൻ്റെ ഗുരു മാത്രമല്ലല്ലോ സാർ എനിക്ക്. അച്ഛനെ അന്വേഷിച്ചു കേട്ടോ സാറിനെ. അച്ഛൻ സുഖമാണോ? ഞാൻ പറഞ്ഞു, ആണ്. സാറിൻ്റെ കണ്ണ് അവിടെയൊക്കെ നിറഞ്ഞിരിക്കും ഞാൻ കണ്ടു. ഞാൻ ഒന്നുകൂടി കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഈ കോളേജിൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല സാർ. നിനക്ക് നാളെ വന്നൂടെ ഈ കോളേജിൽ? നീ എന്തിനാ കണ്ണു നിറയുന്നേ? ഞാൻ പറഞ്ഞു, അതല്ല സാർ, പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇതെൻ്റെ കോളേജ് എന്നുള്ളൊരു അധികാരവും അഹങ്കാരവും ഉണ്ടായിരുന്നു. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് നാളെ ഞാൻ ഗസ്റ്റല്ലേ സാർ ഈ കോളേജിൽ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ഗസ്റ്റല്ല. നീ ജസ്റ്റി, നിങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളോട് തോന്നിയ ഒരു ആത്മബന്ധം എനിക്ക് ആരോടും തോന്നിയിട്ടില്ല. അടുത്ത കാലത്ത് അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പോയിട്ട് വാ. നാളെ എപ്പോഴും വന്നാലും ഇവിടെ കയറിയിട്ട് പോകണം. വലിയ വലിയ അഡ്വർടൈസിങ് ഏജൻസിയിൽ ഉദ്യോഗസ്ഥനാവണം. ഗവൺമെന്റ് സർവീസിൽ ആപ്ലിക്കേഷൻ അയക്കാൻ മറക്കരുത് കേട്ടോ. അയക്കും. അതിന് മുമ്പ് ആദ്യം മാസ്റ്റർ ഓഫ് ഡിഗ്രി എടുക്കുക, ബറോഡയിൽ പോയി MFA. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വർഷം കഴിഞ്ഞു, ഒന്നിനും കഴിഞ്ഞില്ല. ഇതിനിടയിൽ കുറേ കാലം ദൂരദർശൻ കേന്ദ്രയിൽ പോയി ട്രിവാൻഡ്രം കൊടപ്പനക്കുന്നിൽ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്തു. പൈസയ്ക്ക് അന്നേരം കൊതി ഉണ്ടായിരുന്നു. മാസ്റ്റർ ഓഫ് ഡിഗ്രി ഒന്നും ഞാൻ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ കൊടപ്പനക്കുന്നിൽ ആളുകൾ എടുക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. അങ്ങനെ എനിക്ക് തുളസിയാണ് എൻ്റെ ചേട്ടൻ്റെ ഒരു മകൻ, റെക്കമെൻഡേഷനൊന്നും അല്ല, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അല്ലാറുനാഥിന് അങ്ങനെ കിട്ടി. ദൂരദർശൻ അന്ന് കുഞ്ഞികൃഷ്ണൻ സാറാണ് അവിടുത്തെ ഡയറക്ടർ. ഞാനുണ്ട്, കലാദേവി, മായ, വാർത്ത വായിക്കുന്ന മായ, ഷീല രാജഗോപാൽ, ചാമിയാര്, രഞ്ജിത്ത്, അങ്ങനെ ഒരു നല്ല ബാച്ച്, എസ് വേണു സാറ്, ഒരുപാടുള്ള ഒരു വലിയ ഒരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ കുറേ കാലം ഡെയിലി ബാച്ചസിൽ ജോലി ചെയ്തു. അങ്ങനെ ഞാൻ തിരിച്ചവിടെ വരുമ്പം സാറിനെ ഒരു ദിവസം ഞാൻ കയറ്റി വെച്ച് കണ്ടു. നീ ദൂരദർശനത്തിൽ കയറിയോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ആ ജോലിയൊന്നും വേണ്ട, നിനക്ക് പൈസ ഏജാവില്ലേ?
പ്രായം കഴിയില്ലേ? നിനക്ക് പോയിട്ട് മാസ്റ്റർ ഡിഗ്രി എടുത്തുണ്ടായിരുന്നോ ബറോഡയിൽ പോയിട്ട്? ചില്ലറ കിട്ടുമെന്ന് തോന്നിയപ്പം തോന്നി അവിടെ പോയി ചേർന്നു, ജോലി കിട്ടാനാണ്, ശമ്പളം മേടിക്കാൻ അല്ലേ? ഞാൻ പറയും സാറില്ല, ഞാൻ ഇനിയും ചേരാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാസ്റ്റർ ഡിഗ്രിക്ക് നീ ബറോഡ് ചേർന്നേ മാത്രമേ എനിക്ക് അറിയാവൂ, അറിയേണ്ടത് കേൾക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ശരി സാർ. ഞാൻ പിന്നെ അവിടെ നിന്ന് പോയി. സ്ഥിരമാക്കിയില്ല, നമ്മൾ സ്ഥിരമാക്കിയില്ല. ഞാനങ്ങ് പിന്നെ ആ കഥ പിന്നിലേക്ക് മറ്റടുത്ത ഒരു എപ്പിസോഡിലേക്ക് വരാം. സമയം കുറേ ആയില്ലേ, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയില്ലേ? പലപ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എൻ്റെ കാണികളെല്ലാവരും എന്നോട്, എൻ്റെ വ്യൂവേഴ്സ് എല്ലാം ക്ഷമിക്കണം. എൻ്റെ ബാല്യകാലം അമ്മയും അച്ഛനെയൊക്കെ കുറേ ബുദ്ധിമുട്ടി ഞാൻ പഠിച്ചെങ്കിലും പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു ഷർട്ടിന് പോലും. ഞാൻ തന്നെ കാശുണ്ടാക്കി കഷ്ടപ്പെട്ടിട്ട് ഞാൻ എല്ലാം വാങ്ങും. എനിക്ക് ഷർട്ടും ഉടുപ്പും പാൻറ്റും ഒക്കെ കൊതിയായിരുന്നു അന്നിടാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഞാനന്ന് കുറേ കാലം വാങ്ങിയത്. അമ്മയൊക്കെ എന്നെ സഹായിച്ചില്ലെന്നല്ല ഞാനീ പറയുന്നത്. അവരുള്ളത് കൊണ്ടാണ്, അമ്മ അധ്യാപിക ആയതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി എടുത്തത്, എൻ്റെ ഇഷ്ടപ്പെട്ട കോളേജിൽ ചേരാൻ പറ്റിയത്. മരണം വരെയും ഞാൻ എന്തെല്ലാം പോസ്റ്റിലെത്തിയാലും എല്ലാവരും പലരും പല നല്ല നല്ല നിലയിലൊക്കെ എത്തി. ഞാൻ വരച്ച നിറങ്ങളില്ലേ കോളേജ് ഓഫ് ഫൈനാൻസിലെ, ഞാൻ വരച്ച ചിത്രങ്ങളുടെ നിറങ്ങൾ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ പിന്നെ നിറങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ സാറിനെ കാണാൻ കോളേജിൽ വരുന്നു. ഞാൻ കുറച്ചുകൂടെയൊക്കെ തടിച്ചു, കൊച്ചിലെ പ്രായമൊക്കെ മാറി. ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് പറയാം, ഒരു ഓർമ്മകൾ. എനിക്ക് ആ കോളേജിന് മറക്കാൻ പറ്റില്ല ഈ ജന്മം. ഞാൻ ആ കോളേജ് വന്നപ്പോൾ അന്വേഷിച്ചു ഇവിടുത്തെ പ്രിൻസിപ്പൽ ആരാണ്, എനിക്കത് കാണണം, എനിക്കൊരു ആവശ്യമില്ലാത്ത വെറുതെ എൻ്റെ ഒരു മോഹം. ഞാൻ പഠിച്ച കോളേജില്ലേ, ഒരു അധികാരം, ഒരു അഹങ്കാരം. അപ്പോൾ അടുത്തൊരാൾ പറഞ്ഞു കോളേജിലെ പ്രിൻസിപ്പൽ സനാതന സാറാണ്. ഞാൻ പറഞ്ഞു സനാതന സാറോ? എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഞാൻ ഓടിച്ചെന്ന് ആ വാതിൽ ചെന്ന് തട്ടി. എൻ്റെ കൂടെ വേറൊരു ആൾ കൂടി ഉണ്ടായിരുന്നു. തട്ടിയപ്പോൾ കയറി വരും, യെസ് കമിൻ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് കയറിയ സാറിൻ്റെ കസേരയിൽ, പ്രിൻസിപ്പളിൻ്റെ കസേരയിൽ എൻ്റെ ഗുരു ഇരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട സനാതന സാർ. എന്നെ ഇങ്ങനെ നോക്കി കുറേ നേരം. അനിൽ ആർ നാഥ് സാർ അങ്ങനെ സംസാരിക്കുന്നത് തലക്കാനുള്ള സാറാണ്. ചില പുള്ളിയുടെ സ്റ്റൈൽ അങ്ങനെയാണ്. അനിൽ ആർ നാഥ്, നീ ഇപ്പോൾ എവിടെയാ? ഞാൻ പറഞ്ഞു ദുബൈയിലാണ് സാർ. ഓ, നീ പേർഷ്യക്കാരനായോ? നീ ബറോഡ പോയില്ലല്ലേ? ശരി, ഇരിക്കും. ഞാൻ ഇരുന്നു, കുറേ സംസാരിച്ചു. അപ്പം എൻ്റെ അടുത്തിരുന്ന ആളിനോട് ചോദിച്ചു, പറഞ്ഞു ഒരു നിക്കർ അല്ല ഒരു മുണ്ടുമുടുത്ത ഒരു പ്ലാസ്റ്റിക് ചെരുപ്പുമിട്ട് മീശ പോലും കുരുക്കാത്ത ആ ബാച്ചിൽ വന്ന ഏറ്റവും ചെറിയ പയ്യനാണിവൻ. ഇവൻ വന്ന് കയറിയത് അന്ന് വരുന്ന ഓർമ്മയുണ്ടോ ആ ക്ലാസ്സിൽ അന്ന് വന്നത്, നിൻ്റെ അഡ്മിഷനൊക്കെ? ഞാൻ പറഞ്ഞു ഒരുപാട്. എന്താ സാർ ഇങ്ങനെ പറയുന്നത്? മറക്കാൻ പറ്റുമോ എനിക്ക് സാറേ അതൊക്കെ? വല്ല ഉണ്ടാക്കിയോ നീ ഗൾഫിൽ പോയിട്ട്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാർ, ഒന്നും ഉണ്ടാക്കിയില്ല, കയറിപ്പോയത് കുറേ വർഷം ആയതേ ഉള്ളൂ. ശരി, കൈ കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു, നീ എന്തിനാ വന്ന് ഡോർ തട്ടിയത്? നിനക്ക് ഇനി കയറി പോകുന്നാൽ പോരായിരുന്നോ? ഞാൻ പറഞ്ഞു സാറിന് അത് അഹങ്കാരമായിട്ട് തോന്നില്ലേ? പിന്നെ മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് സാറാണ് പ്രിൻസിപ്പളെന്ന്. ശരി, ഞാൻ ഇറങ്ങാൻ നേരത്തൊരു കാര്യം ചുമ്മാ ചോദിച്ചു. സാർ ഒത്തിരി അഭിമാനിയാണ്. സാറിന് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വരട്ടെ. സാറിന് എന്താ വേണ്ടത് ഗൾഫിൽ നിന്ന്, ദുബായിൽ നിന്ന്? നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. സാറിന് സംസാരമൊക്കെ ഇങ്ങനെയാ. ഒരു ചന്ദനത്തിൻ്റെ മണമുള്ള ഒരു അത്തറ കൊണ്ടുപോവാ. സാർ അങ്ങനെയെങ്കിലും ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞു സാർ അത്രയെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടില്ലേ സാർ? അത്രയെങ്കിലും ആവശ്യപ്പെടേണ്ടതാ എൻ്റെ പിന്നെ ശിഷ്യനോട്. ഞാൻ ഇറങ്ങിപ്പോന്നു, സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നു. ഞാൻ അടുത്ത വർഷം പോകാനെല്ലാം പെട്ടി കെട്ടി തയ്യാറെടുത്ത് ഞാനെല്ലാം സാറിൻ്റെ ചന്ദനത്തിൻ്റെ ആ അഡ്രസ്സും ആ അത്തറും ഒക്കെ വാങ്ങി പെട്ടിയിൽ വെച്ച് അഹങ്കാരത്തോടെ സാറിനെ പോയി കാണണം. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. ഞാൻ നാട്ടിൽ വരുന്നതിന് ഞാൻ ഫോൺ ചെയ്തു നാട്ടിലേക്ക്. സനാതന സാറിന് സുഖമാണോ? എൻ്റെ സ്വന്തക്കാരായ ഒരാളോട് ചോദിച്ചു. അപ്പോൾ അവരൊന്നും മിണ്ടിയില്ല. സുഖമാണ്, നാട്ടിൽ വരും. ഞാൻ പറഞ്ഞ സ്പ്രേ മേടിച്ചിട്ടുണ്ട് സാറിനെ. ആ ശരി, നമുക്ക് പോയി കാണാം. ഞാൻ നാട്ടിൽ എയർപോർട്ടിൽ വന്നു, എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണം, എനിക്ക് സനാതന സാറിനെ കാണണം, ഈ സ്പ്രേ കൊടുക്കണം, ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാലോ. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു, സ്പ്രേ നീ എവിടെ കൊണ്ട് കൊടുക്കും? എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു കോളേജിൽ. നീ കൊണ്ട് കൊടുത്താൽ മേടിക്കുന്ന സ്ഥലത്തല്ല, ആ ലോകത്തിലല്ല സാറെന്ന്. സാറ് മരിച്ചിട്ട് 8 മാസം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ? സനാതന സാറ് പോയി, സാറ് മരിച്ചു. സാറിൻ്റെ ബോഡിയൊക്കെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആചാരപ്രകാരവും പലയിടത്തുമൊക്കെ
പൊതുദർശനത്തിന് വെച്ചു. സാറിനെ അടക്കം സാറിന്റെ കരമന വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കുറെ കാലമായി. പറയാതിരുന്ന നിങ്ങൾ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റാതെ ചവിട്ടിയിരിക്കുന്ന മണ്ണ് താഴേക്ക് പോവുകയാണ്. ഞാൻ ചവിട്ടിയിരുന്ന മണ്ണ് സനാതന സാറിന് എൻ്റെ ഗുരുവിന് കൊടുക്കാൻ പറ്റാത്ത എൻ്റെ സ്പ്രേയും, എൻ്റെ ചന്ദനത്തിൻ്റെ മണമുള്ള സ്പ്രേയും, എൻ്റെ കുറേ ഓർമ്മകളും സാറിൻ്റെ കാൽപാദത്തിലും അവിടെ ഇവിടെ എല്ലാം വെച്ച് ഞാൻ എപ്പിസോഡ് നിർത്തുന്നു. നിങ്ങളെന്നും അടുത്ത പ്രാവശ്യം എൻ്റെ പ്രോഗ്രാം, എൻ്റെ ജീവിത കഥ കേൾക്കണം. ആരെയും വേദനിപ്പിക്കാത്ത, ആരെയും വ്യക്തിപരമായിട്ടൊന്നും പറയാത്തൊരു ചാനലായിരിക്കും. എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഫൈനാൻസ് കോളേജിൻ്റെ ഓർമ്മകൾ ഞാനിവിടെ ചുരുക്കുന്നു. സാറ് പോയപ്പോൾ സാറിനെ കുറിച്ച് നിർത്തിപ്പോൾ ഇനി എനിക്ക് മുന്നോട്ട് പറയാൻ വയ്യ.